Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടീനെ നല്ല സോഫ്റ്റ് ആക്കുന്ന ഒരു നാച്ചുറൽ ജെൽ ആയിട്ടാട്ടോ. നിങ്ങൾക്കൊരു ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണ്, അല്ലെങ്കിൽ മുടി ഒട്ടും സോഫ്റ്റ് അല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ജെല്ലാണ് ഇത്. നമുക്ക് വീട്ടിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്യാനായിട്ട് രണ്ട് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ളത് ഫ്ലാക്സ് സീഡ്സ് ആണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സിൽ നിന്നും ആ ജെല്ല് എടുക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ തിളച്ച ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടുക കേട്ടോ. ഫ്ലാക്സ് സീഡിന് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. നമുക്ക് ഓൺലൈനിലായിട്ടും അല്ലെങ്കിൽ ആയുർവേദ ഷോപ്സിൽ നിന്നെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാട്ടോ. അടുത്തത് ഞാൻ എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് ഫ്ലവർ ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ ചെമ്പരത്തി ആണെങ്കിൽ അത്രയും നല്ലതാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു തിളച്ച ഈ ഒരു ജെല്ലിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ആ ചെമ്പരത്തിയുടെ കളറെല്ലാം ആ വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരും കേട്ടോ. നിങ്ങൾക്ക് ഒരു കൈപ്പിടിയിലുള്ള ചെമ്പരത്തി നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഒരാൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു കൈപ്പിടിയിലുള്ള ഒരു ചെമ്പരത്തി എടുത്താൽ മതി. അതല്ല കൂടുതലായി എന്ന് വെച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശരിക്കും ആ വെള്ളം ഒരു ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആര്യവേപ്പ്, കരിവേപ്പ്, അതുപോലെ തന്നെ തുളസി ഇതെല്ലാം നിങ്ങൾക്ക് തിളയ്ക്കുമ്പോൾ ആഡ് ചെയ്യാവുന്നതാട്ടോ. ഇപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ലിക്വിഡ് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ജെല്ല് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കണം. ജെല്ലെടുക്കാനായിട്ട് ഒരു സ്ട്രെയിനറിനേക്കാളും ഏറ്റവും നല്ലതൊരു തോർത്താണ്. അപ്പോൾ തോർത്തിന് നമുക്ക് ശരിക്കും ആ ജെല്ല് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അലോവേര ജെല്ല് കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ആഡ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. മുടിക്ക് ഗുണം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചെറിയ കുറച്ച് പ്രോഡക്ട്സ് വെച്ചുകൊണ്ട് എങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഗുണം കിട്ടും എന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഈ പ്രോഡക്ട്സുകളെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 2 പ്രോഡക്ട്സ് ഉള്ളൂ എങ്കിലും പ്രശ്നമില്ല. അല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ജെല്ല് നന്നായിട്ട് എടുക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മുടെ ഈ ജെല്ലൊക്കെ. ഇനി ഈ ജെല്ല് നമുക്ക് ഒട്ടും അടിക്കാതെ നമുക്ക് ഹെയറിൽ പുരട്ടാം. ഇത് പുരട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. മുടിയിലെ ജടയെല്ലാം കളഞ്ഞോന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്. ചിലർക്ക് ഡെയിലി തലയിൽ എണ്ണ തേക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ജെല്ല് പുരട്ടുന്നതിന് മുൻപ് നമുക്ക് എണ്ണ പുരട്ടിയ ശേഷം ഈ ജെല്ല് പുരട്ടാൻ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മുടീനെ പല സെക്ഷൻസായിട്ട് ഞാൻ എടുത്ത ശേഷം നമ്മുടെ റൂട്ട്സ് മുതൽ മുടിയുടെ അറ്റം വരെ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യാണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും മുടി ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജട എല്ലാം നന്നായിട്ട് വെടുത്തിയിട്ട് വേണം ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യാനായിട്ട്. ഫ്ലാക്സ് സീഡ്സ് അഥവാ ചണവിത്തിൽ ഒരുപാട് വൈറ്റമിൻ ഇ, ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള മുടീനെ റിപ്പയർ ചെയ്യാനും ഇത് ഒരുപാട് സഹായിക്കും. കൂടാതെ നല്ല സ്കാൽപ്പ് നല്ല ക്ലീൻ ആവാനും മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഇത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടേത് ഒരു കേളി ഹെയർ ആണെങ്കിൽ ആ കേളിനെസ് നഷ്ടപ്പെടാതിരിക്കാനും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജെല്ലാണ് ഫ്ലാക്സ് സീഡ് ജെൽ. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഡെയിലി ഒരു 1/2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ വൈറ്റമിൻ ഇ, ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ മുടി വളരാനും ഹെൽത്തി ആയിട്ടുള്ള ബോൺസിനെല്ലാം ഇത് സഹായിക്കും.
ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മലയാളികളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ മുടി വളരാനും എണ്ണ കാച്ചാനും എല്ലാം നമ്മൾ ചെമ്പരത്തിപ്പൂവ് യൂസ് ചെയ്യുന്നതാണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചെമ്പരത്തികൾ അവൈലബിൾ ആണ്. പല രീതിയിലും പല ഷേപ്പിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ പണ്ടത്തെ ആ നാടൻ ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നവർ ആ ചെമ്പരത്തി കിട്ടുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമ്മുടെ ജെല്ല് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും എല്ലാം മുഴുവനായിട്ട് പുരട്ടിയ ശേഷം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ മുടി വിടുത്താൻ പാടില്ല. കാരണം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഇതിൽ മുടി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവും. ശരിക്കും കണ്ടീഷണർ ഉപയോഗിച്ച പോലെ തന്നെ റിസൾട്ട് നിങ്ങളുടെ മുടിക്ക് കിട്ടും. അതുകൊണ്ട് കണ്ടീഷണറോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷാംപൂ ഉപയോഗിച്ച് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നീരിറക്കം അങ്ങനെയുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കേണ്ട എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വേറെ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല, കോൾഡൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ഇത് പുരട്ടിക്കോ. ഇതിന് വേറെ യാതൊരു സൈഡ് എഫക്ട്സ് ഇല്ല. ബിക്കോസ് ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ജെല്ലാണ്. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.